ഇതാണ് നമ്മുടെ ക്രെറ്റയുടെ കിങ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഏറ്റവും ടോപ്പ് എൻഡാണ്. ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ കോഡ് ബീം LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഡേ ടൈം റണ്ണിങ് ലാമ്പ് കണക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. വലിയൊരു സ്കിറ്റ് പ്ലേറ്റോട് കൂടിയ വലിയൊരു ഹുഡാണ് വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 18 ഇഞ്ചിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. മിറർ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ക്രോം ഫിനിഷ് ഡോർ ഹാൻഡിൽ കിങ്ങിനകത്ത് വരുന്നുണ്ട്. റൂഫ് റെയിലുണ്ട്, ഷാർക്ക് ഫിനാനിൻ്റെ ഉണ്ട്, പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു സ്കിറ്റ് പ്ലേറ്റോട് കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ടൈൽ ലാമ്പും റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ, പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രെറ്റയുടെ കിങ്ങിൻ്റെ ഒരു എംബ്ലം കാണാം. ഏറ്റവും ടോപ്പ് എൻഡാണ്. 10 വർഷമായിട്ട് SUV സെഗ്മെൻറ്റിൽ കോമ്പാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കിങ് എന്നുള്ളൊരു വേരിയൻറ്റ് ഇവർ ഇറക്കിയത്. ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആണ്. 10 ഇയേഴ്സ് കൊണ്ട് 2015 തൊട്ട് 2026 വരെ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു SUV എന്നുള്ളൊരു രീതിയിലാണ് അവർ കിങ് എന്ന് പറഞ്ഞ് SX ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്താണ് കിങ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് കൊണ്ടുവന്നത്. 17 ഇഞ്ച് വരെ ആയിരുന്നു SX ഓപ്ഷണൽ ടയർ സൈസ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് 18 ഇഞ്ചിലോട്ടായിട്ടുണ്ട്. 4 ടയറിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിലേക്ക് വരുവാണെങ്കിൽ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് 2 സീറ്റ് മെമ്മറി ഫംഗ്ഷനുണ്ട്. 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൾഡിങ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, 4 ഡോർ പവർ വിൻഡോ, ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ 8 വേ ആണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നത്. തൈ സപ്പോർട്ട് ഇൻക്ലൂഡിങ് തൈ സപ്പോർട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ടിൽറ്റും ചെയ്യാം, ടെലിസ്കോപ്പിക്കുമാണ്. അകത്തേക്ക് വരുമ്പോഴത്തേക്ക് IVT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ബ്രേക്ക് ഉണ്ട്. പാർക്ക് ബ്രേക്ക് ഇലക്ട്രിക്കലി പവർ ബ്രേക്കാണ്. ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്ട്. പിന്നെ ട്രാക്ഷൻ മോഡുണ്ട്. സാൻഡ്, മഡ്, സ്നോ. ഇത് സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. ലെവൽ 2 അഡാസ് ആയതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളും ക്ലസ്റ്ററിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് GPS കാര്യങ്ങളൊക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 12 വോൾട്ട് ഉണ്ട്. പിന്നെ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ട് ചെയ്യാനും പറ്റും. മേളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പാനോറമിക് സൺറൂഫ്, വോയിസ് എനേബിൾഡ് ആണ് പാനോറമിക് സൺറൂഫ് വരുന്നത്. കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ആവാം. വേണമെങ്കിൽ ഗ്ലാസ് മാത്രമായിട്ട് ക്ലോസ് ചെയ്തിടാം. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. മാപ്പ് ലാംപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ റീഡിംഗ് ലാംപ്സ് ഉണ്ട് അവിടെ. പിന്നെ ഓട്ടോമാറ്റിക് AC കൺട്രോളാണ്. ഡ്യുവൽ സോൺ AC കൺട്രോളാണ്. 2 സൈഡ് 2 ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം.